തടവുകാരനായി ഔറംഗസീബിന്റെ മുന്നിലെത്തിയപ്പോഴും സംഭാജിയുടെ ശിരസ് ഉയർന്നു തന്നെയിരുന്നു. ഔറംഗസീബ് ഒരു വാഗ്ദാനം മുന്നോട്ട് വെച്ചു. സംഭാജി, നിന്റെ കോട്ടകളും സമ്പത്തും എനിക്ക് തരൂ. ഇസ്ലാം മതം സ്വീകരിക്കൂ. എങ്കിൽ നിന്നെ ഞാൻ എന്റെ രാജാവായി വാഴിക്കാം. എന്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ചു തരാം. എന്നാൽ ഇടിമുഴക്കം പോലൊരു ശബ്ദത്തിൽ സംഭാജി മറുപടി നൽകി. എന്നെ മതം മാറ്റാൻ നിനക്ക് കഴിയില്ല. 1000 തവണ മരിക്കേണ്ടി വന്നാലും ഞാൻ ഒരു ഹിന്ദുവായും മറാഠക്കാരനായും മരിക്കും. തുടർന്ന് നടന്നത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരതകളായിരുന്നു. ദിവസങ്ങളോളം ശരീരം പീഡിപ്പിക്കപ്പെട്ടു. ചക്രവർത്തിയുടെ ആജ്ഞാപ്രകാരം അദ്ദേഹത്തിന്റെ നാവുകൾ അറുത്തെടുത്തു. ചുട്ടുപഴുപ്പിച്ച കമ്പികൾ കൊണ്ട് ആ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. നഖങ്ങൾ ഓരോന്നോരോന്നായി പിഴുതെടുത്തു. ഒടുവിൽ ആ ശരീരം കഷ്ണങ്ങളായി വെട്ടിമാറ്റി. ഓരോ മുറിവിലും ഉപ്പ് പുരട്ടി. അപ്പോഴും ആ നാവില്ലാത്ത വായിൽ നിന്നും പുറത്തു വന്നത് ഹര ഹര മഹാദേവ് എന്ന മന്ത്രം മാത്രമായിരുന്നു.